തീരെ സന്തോഷകരമല്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൽ തമാശയുടെ എലമെൻറ്റ് വളരെ കുറവായിരിക്കും, തീരെ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. അത് പൂഞ്ഞാർ സംഭവത്തെക്കുറിച്ചാണ്. പൂഞ്ഞാർ സംഭവത്തെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ്. അതിന് ശേഷമുണ്ടായ ആ സംഭവവികാസങ്ങളോട് ചേർത്ത് ഒരെണ്ണം കൂടി ചെയ്യാൻ ഞാൻ നിർബന്ധിതനായിരിക്കാം. ഇത് സന്തോഷത്തോടെ അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളടക്കം ഒട്ടും തന്നെ സന്തോഷകരമായിരിക്കില്ല. സംഭവം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫെബ്രുവരി 22-ാം തീയതി പൂഞ്ഞാറിലെ ഏതാനും ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ, അതിൽ പ്രായപൂർത്തിയാകാത്തവരുമുണ്ട്, പ്രായപൂർത്തിയായവരുമുണ്ട്. പ്രായപൂർത്തി 18 വയസ്സാണ് എന്നുള്ളതുകൊണ്ട് സാങ്കേതികമായി 18 വയസ്സ് പൂർത്തീകരിക്കാത്ത ചില കുട്ടികളുമുണ്ട്. 18 വയസ്സ് സാങ്കേതികമായി പൂർത്തീകരിച്ച ചില വിദ്യാർത്ഥികളുമുണ്ട്. ഇവർ ക്ലാസ് തീരുന്ന ദിവസമായിരുന്നുകൊണ്ട് മോട്ടോർ സൈക്കിൾ എടുത്ത് പറപ്പിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ പോകുമ്പോൾ പൂഞ്ഞാറിലെ വിഖ്യാതമായ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയുടെ അങ്കണത്തിൽ അതിൻ്റെ മുറ്റത്ത് ഈ ബൈക്ക് വച്ച് അഭ്യാസം നടത്തി. ഒന്നാമത് ഈ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ ചെറിയ സ്പർദ്ധ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് പൂഞ്ഞാർ. നേരത്തെയും ഇതുപോലെ കുട്ടികൾ ചില കുസൃതികൾ കാണിക്കും, അത് വലിയ കുഴപ്പമാകുകയും പിന്നീട് ഇവരുടെ മാതാപിതാക്കൾ പള്ളിക്കാരോട് മാപ്പ് പറഞ്ഞ് പ്രശ്നം തീർക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇതുപോലെ വിദ്യാർത്ഥികൾ മോട്ടോർ സൈക്കിൾ അഭ്യാസം നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും പള്ളിക്കാർക്ക് ഇഷ്ടമായില്ല. മാത്രമല്ല പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്ന സമയം കൂടിയായിരുന്നു. പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരി അവിടെ വന്ന് ഈ വിദ്യാർത്ഥികളെ തടയാൻ ശ്രമിച്ചു. അപ്പോൾ ഇവർ വാഹനം ഓടിച്ചു പോകുമ്പോൾ അതിലൊരു വാഹനം തട്ടി വികാരി മലർന്നടിച്ച് വീണു. അത് ഒരു വിഷയമായിട്ട് മാറി. വിശ്വാസികൾ പള്ളിയിലെ കപ്പ്യാരപ്പം തന്നെ മണിയടിച്ച് വിശ്വാസികളെ കൂട്ടി. ഇത് ചെയ്തത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് എന്ന രീതിയിലുള്ളൊരു പ്രചരണം ഉണ്ടായി. നമ്മുടെ പൂഞ്ഞാർ പുലി എന്നറിയപ്പെടുന്ന സാക്ഷാൽ PC ജോർജും അദ്ദേഹത്തിൻ്റെ മകനും സ്ഥലത്തെത്തി പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ പുറകെ സ്ഥല MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പരമോന്നത നേതാവ് ജോസ് കെ മാണിയും ഈ വിഷയത്തിൽ ഇടപെട്ടു. ഇത് സാമാന്യം ഭേദപ്പെട്ടൊരു വിഷയമായിട്ട് തീർന്നു. വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസിൻ്റെ ഭാഗത്ത് അനാസ്ഥയുണ്ട് എന്ന് പള്ളിക്കാർ ആരോപിച്ചു. ദീപിക പത്രം അതിനെക്കുറിച്ച് മുഖപ്രസംഗം എഴുതി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാനന്തവാടിയിലും താമരശ്ശേരിയിലും ഒക്കെ അടക്കം ഈ കത്തോലിക്കർ ഇതിൽ പ്രതിഷേധിച്ചു. കത്തോലിക്ക മെത്രാൻ സമിതി പ്രസ്താവന പുറപ്പെടുവിച്ചു. അങ്ങനെ ഒരു വലിയ കത്തോലിക്ക വികാരം അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ പ്രശ്നം അവിടെ കൊണ്ട് തീർന്നില്ല. ഈ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 27 പേരെ അറസ്റ്റ് ചെയ്തു. 27 പേരും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ മുസ്ലിം കുട്ടികളായിരുന്നു. അതിൽ 10 പേര് സാങ്കേതികമായിട്ട് 18 വയസ്സ് പൂർത്തീകരിക്കാത്തവരും, ബാക്കി 17 പേർ സാങ്കേതികമായിട്ട് 18 വയസ്സ് പൂർത്തീകരിച്ചവരുമാണ്. എല്ലാവരും +2 വിദ്യാർത്ഥികളാണ്. അവരെ അറസ്റ്റ് ചെയ്തു. ഇവരുടെ പേരിൽ വധശ്രമം അടക്കമുള്ള കുറ്റാരോപണങ്ങൾ ചേർത്തു. വധശ്രമം ഉണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ജാമ്യം കിട്ടില്ല. മജിസ്ട്രേറ്റിന് ജാമ്യം കൊടുക്കാൻ പറ്റില്ല. ജില്ലാ ജഡ്ജിയും ആദ്യഘട്ടത്തിൽ ഇവർക്ക് ജാമ്യം നിഷേധിച്ചു. മറ്റേ പ്രായപൂർത്തിയാകാത്തവരെ ജുവനൈൽ ജസ്റ്റിസ് കോർട്ടിലാണ് ഹാജരാക്കിയത്. അങ്ങനെ അപ്പോഴത്തേക്കും ഇതൊരു വിഷയമായി. ഇങ്ങനെ കുട്ടികളുടെ പേരിൽ കേസെടുത്ത് തെറ്റായിപ്പോയി എന്നൊരു അഭിപ്രായം ഒരു ഭാഗത്തുണ്ടായി. കുട്ടികൾ ചെയ്തത് തോന്നിവാസമാണ്, ശക്തമായ വകുപ്പുകൾ ചേർത്ത് കഠിനമായ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നു എന്ന അഭിപ്രായം മറുഭാഗത്തുണ്ടായി. അപ്പോൾ ഇതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേറെ പല ശക്തികളും രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത സമയമുള്ളൂ, നമുക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ മന്ത്രി വാസവൻ ഇടപെട്ട് ഇരു വിഭാഗക്കാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു. അദ്ദേഹം ഒരു വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് സലാമത്താക്കി. അതിൻ്റെ ഫലമായിട്ട് ഈ കേസ് വീണ്ടും പരിഗണനയ്ക്ക് വരുമ്പോൾ പ്രോസിക്യൂട്ടർ അതിശക്തമായി എതിർക്കുകയില്ല എന്നൊരു ധാരണ ഉണ്ടാക്കി. 2 വിഭാഗത്തിൽപ്പെട്ട ആളുകളും പരസ്പരം ഹസ്തദാനം ചെയ്തും ആശ്ലേഷിച്ചും അവിടുന്ന് പിരിച്ചു. പ്രശ്നം അവിടെ തീർന്നു. പ്രശ്നം അവിടെ തീരേണ്ടതായിരുന്നു. മന്ത്രി വാസവൻ്റെ സംയോജിതമായ ഇടപെടലിൽ പൂഞ്ഞാർ വിഷയം അവിടെ തീരേണ്ടതായിരുന്നു. പക്ഷേ അവിടെ തീർന്നില്ല. അവിടെ തീരേണ്ടതായിരുന്നു എന്ന് വെച്ചാൽ മിക്കവാറും തീർന്നു എന്ന് വെച്ചാൽ പിറ്റേ ദിവസം ജുവനൈൽ കോടതിയിൽ നിന്ന് ഈ 10 കുട്ടികൾക്ക് ജാമ്യം കിട്ടി. ബാക്കി 17 പേർക്ക് അതിൻ്റെ അടുത്ത ദിവസം സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. കുട്ടികൾക്ക് പരീക്ഷ എഴുതാം എന്ന അവസ്ഥയുണ്ടായി. കുട്ടികൾ പരീക്ഷ എഴുതി. ഇത്ര വലിയ മാനസിക സംഘർഷം അനുഭവിച്ചതിന് ശേഷം അവർക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞു. ആ പ്രശ്നം അവിടെ ഏതാണ്ട് സമാപിച്ചു. വലിയ മുതലെടുപ്പിന് അവസരം നൽകാതെ ഇരു വിഭാഗത്തിൽപ്പെട്ട ആളുകളും മന്ത്രി വാസവനും വിവേകപൂർണ്ണമായ നിലപാടിലൂടെ ആ പ്രശ്നം തീർത്തു എന്നാണ് നമ്മൾ വിചാരിച്ചത്. അവിടെ തീർന്നില്ല. പക്ഷേ മുജാഹിദിൻ്റെ പ്രമുഖ നേതാവായ ഡോക്ടർ ഹുസൈൻ മടവൂർ വലിയ പണ്ഡിതനാണ്.
അദ്ദേഹത്തിൻ്റെ മുഴുവൻ പാണ്ഡിത്യം ഉപയോഗിച്ചുകൊണ്ട് മാർച്ച് 6-ാം തീയതി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട് മുഖ്യമന്ത്രി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ ഈ വിഷയം ഉന്നയിച്ചു. ചോദ്യങ്ങൾ നേരത്തെ എഴുതി കൊടുത്തിരുന്നതാണ്. എഴുതി കൊടുത്ത ചോദ്യമായിട്ടാണ് മുഖ്യൻ്റെ കൃത്യമായ മറുപടി ഉണ്ടായത്. ഹുസൈൻ മടവൂർ ചോദിച്ചത് 27 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു, മുസ്ലിം വിഭാഗത്തിൽ കുട്ടികളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ, അവരുടെ വലിയ കൊലക്കുറ്റത്തിന് ചാർജ് ചെയ്തത് ശരിയാണോ എന്നുള്ള രീതിയിലായിരുന്നു. ഇത് കേട്ട് മുഖ്യൻ ക്ഷുഭിതനായി. മുഖ്യൻ പറഞ്ഞു, അവിടെ നടന്നത് തനി തോന്നിവാസമാണ്, തെമ്മാടിത്തരമാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട 27 വിദ്യാർത്ഥികൾ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ്. ആ വൈദികനെ ബൈക്കിടിപ്പിച്ച് കൊല്ലാനുള്ള ശ്രമമാണ് നടന്നത്. അത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നത് തന്നെ ശരിയല്ല എന്ന രീതിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞു. ഇങ്ങനെ മറുപടി പറഞ്ഞ കാര്യം മാതൃഭൂമിയിലോ മലയാള മനോരമയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിലോ ഹിന്ദുവിലോ ഒന്നും വന്നില്ല. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ വാർത്ത സപ്രസ് ചെയ്തു. അതുമാത്രമല്ല, വാർത്ത സപ്രസ് ചെയ്തതല്ല, അവിടെ മറ്റൊരു അനിഷ്ട സംഭവം കൂടി ഉണ്ടായി. അതായത് ഈ മുഖ്യൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ, ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞപ്പോൾ അവതാരക ഇദ്ദേഹത്തിന് ഒരു നന്ദി പറഞ്ഞ സംഭവമുണ്ടായി. വളരെ മനോഹരമായ പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രിയോട് പ്രത്യേകം നന്ദി എന്ന് കേട്ടത് മുഖ്യമന്ത്രി ചൂടായി. അമ്മാതിരി കമൻ്റൊന്നും ഇവിടെ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞത് ആ മീറ്റിങ്ങിലാണ്. എല്ലാ ചാനലുകാരും അത് വാർത്തയാക്കി. മുഖ്യൻ ചൂടായി. അമ്മാതിരി കമൻ്റൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞത് ഇതിനെക്കുറിച്ച് 8 മണിക്ക് ചർച്ച വരെ സംഘടിപ്പിച്ചു. ഏഷ്യാനെറ്റിൽ ഞാനും അതിൽ പങ്കെടുത്താണ്. അപ്പോൾ ശരിക്കുള്ള വിഷയം ഒരു ചാനലുകാരും ഒരു വാർത്തയാക്കിയില്ല. കാരണം മുഖ്യൻ യഥാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചത് ഹുസൈൻ മടവൂരിനോട്. സാക്ഷാൽ മൗദൂദി ചാനലിന് പോലും അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആദ്യ ദിവസം മനസ്സിലായില്ല. 2-ാം ദിവസം അവർ മുഖ്യനെ ആക്ഷേപിച്ചുകൊണ്ട് അടുപ്പൂട്ടി ചർച്ച നടത്തി. ഡി കമ്പനിക്കാർ മുഖ്യനെ ഏതാണ്ട് കാസയുടെ സ്വരത്തിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. മാധ്യമവും ചന്ദ്രികയും സിറാജും സുപ്രഭാതവും ഒക്കെ, സിറാജിൽ വാർത്ത വന്നില്ല, സുപ്രഭാതത്തിലും അതുപോലെ മാധ്യമത്തിലും ചന്ദ്രികയിലും ഒക്കെ മുഖ്യൻ പൊട്ടിത്തെറിച്ചു എന്ന സാമാന്യം പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്നു. ദീപിക 1-ാം പേജിൽ തന്നെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു. പൂഞ്ഞാറിൽ നടന്നത് തോന്നിവാസമാണ് എന്ന് മുഖ്യമന്ത്രി മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു എന്ന് വളരെ ബോൾഡായിട്ട് 1-ാം പേജിൽ തന്നെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അങ്ങനെ ഒരിക്കൽ അണഞ്ഞുപോയ കനൽ മുഖ്യൻ ഊതി കത്തിച്ചു എന്ന് പറയാം. ഹുസൈൻ മടവൂർ ചെയ്തത് ശരിയല്ല. മുഖ്യൻ്റെ മറുപടി ഒട്ടും ശരിയല്ല. മുഖ്യന് പറയാൻ വരുന്ന ആ പ്രശ്നം തീർന്നു. ഇനിയിപ്പോൾ അത് നമ്മളിവിടെ പറയുന്നതിൽ കാര്യമില്ല. നമ്മളിവിടെ സാമുദായിക സൗഹാർദ്ദം ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. സമുദായങ്ങൾ തമ്മിൽ വിദ്വേഷം ഉണ്ടാക്കാനല്ല, സമുദായ ധ്രുവീകരണം ഉണ്ടാക്കാനല്ല ശ്രമിക്കേണ്ടത് എന്ന് ഹുസൈൻ മടവൂരിനൊരു മറുപടി കൊടുത്ത പ്രശ്നം തീരുമാനിച്ചു. ആ പ്രശ്നം അവസാനിച്ചു. മാത്രവുമല്ല, കുട്ടികൾക്ക് എല്ലാവർക്കും ജാമ്യം കിട്ടി, അവർ പരീക്ഷ എഴുതുന്നുണ്ട്. അത് പറഞ്ഞ ഒരു മുഖ്യൻ ചാടി കടിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു. അതുകൊണ്ട് അത് വീണ്ടും വാർത്തയായി. എന്ന് മാത്രമല്ല, മുഖ്യൻ്റെ മറുപടിയിൽ പ്രകോപിതരായിട്ട് പൂഞ്ഞാറിലെ SDPI പ്രവർത്തകർ അന്ന് തന്നെ പന്തംകൊളുത്തി പ്രകടനം നടത്തി. വലിയ പ്രതിഷേധമുണ്ടായി ഈരാറ്റുപേട്ട പൂഞ്ഞാർ ഭാഗത്ത്. അങ്ങനെ ഒരിക്കൽ മൂടിയ മുറിവുകൾ വീണ്ടും അതിൽ മുളകരച്ച് തേക്കുന്ന ഒരു സമീപനമായിപ്പോയി. അടുത്ത ദിവസം മുഖ്യനെ ഗുണദോഷിച്ചുകൊണ്ട് വീണ്ടും അടുപ്പൂട്ടി ചർച്ചക്കാർ രംഗത്ത് വന്നു. 27 പേരും പല സമുദായക്കാരാണ് എന്നാണല്ലോ ആദ്യം പറഞ്ഞത് എന്ന് അടുപ്പൂട്ടി ചർച്ചയുടെ അധ്യക്ഷൻ ചോദിച്ചപ്പോൾ ദാവൂദ് സാഹിബ് പറഞ്ഞു, അങ്ങനെയല്ല, മുഖ്യൻ പറഞ്ഞതായിരിക്കും കൂടുതൽ ശരി, കാരണം അദ്ദേഹത്തിന് കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ട് എന്നാണ്. അപ്പോൾ 27 പേരും ഒരു സമുദായക്കാരായിരുന്നു. അത് ഈ മുസ്ലിം സമുദായക്കാരായിരുന്നു. പരിക്കേറ്റ വൈദികൻ ക്രിസ്തീയ പുരോഹിതനാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മറുപടി മുഖ്യൻ പറഞ്ഞത് ശരിയായില്ല എന്നാണ് ഈ ഡി കമ്പനിക്കാരുടെ അഭിപ്രായം. അതിനടുത്ത ദിവസം EK സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം മുഖ്യനെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എന്ത് പറ്റി എന്ന തലവാചകത്തിൽ ഒരു മുഖപ്രസംഗം എഴുതി. അടുത്തതിൻ്റെ പിന്നത്തെ ദിവസം, അതായത് ശനിയാഴ്ചയാണ് സുപ്രഭാതത്തിൻ്റെ മുഖപ്രസംഗം. അത് വാർത്തയായി. ടെലിവിഷൻ ചാനലുകളൊക്കെ ഇതാ സുപ്രഭാതം EK സമസ്തയുടെ മുഖപത്രം മുഖ്യനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ആയപ്പോൾ സിറാജ് പത്രം, മുഖ്യൻ്റെ മറുപടി പ്രസിദ്ധീകരിക്കാത്ത പത്രമാണ് സിറാജ്, കാന്തപുരം AP ഉസ്താദിൻ്റെ പത്രമാണ്. വാർത്ത പ്രസിദ്ധീകരിക്കാൻ സിറാജ് തിങ്കളാഴ്ച ഇതേക്കുറിച്ച് മുഖപ്രസംഗം എഴുതി. മുഖ്യമന്ത്രി നിലപാട് മാറ്റണം, നിലപാട് തിരുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ സിറാജോ സുപ്രഭാതമോ മുഖപ്രസംഗം എഴുതിയാൽ നിലപാട് തിരുത്തുന്ന ആളല്ല കാരണഭൂതൻ നമുക്കറിയാം. അടുത്ത ദിവസം ഇദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായപ്പോൾ ഏതോ ലേഖകൻ ഈ വിഷയം ചോദിച്ചു. പുള്ളി പറഞ്ഞത് ഞാൻ പറഞ്ഞത് തന്നെയാണല്ലോ, അതിൽ എന്താണ് മാറ്റമുള്ളത്? കൃത്യമായ കാര്യങ്ങളല്ലേ അവിടെ പറഞ്ഞത്.
ഒരു വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ മാത്രമല്ലേ പോലീസ് കേസിൽ അറസ്റ്റായത്? ആർക്കെങ്കിലും അത് നിഷേധിക്കാൻ പറ്റുമോ? എന്താണ്, വൈദികനെ കൊല്ലാനല്ലേ അവർ ശ്രമിച്ചത് എന്നൊക്കെ തിരിച്ചു ചോദിച്ചു. ആ വാർത്തയും ഇതേ പത്രങ്ങൾ വീണ്ടും പ്രസിദ്ധീകരിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഈ വിഷയം തീരാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ഏറ്റവും അവസാനം ഈരാറ്റുപേട്ടയിൽ നടന്ന ബഹുജന സമ്മേളനത്തിൽ അവിടെ സ്ഥാനാർത്ഥി തോമസ് ഐസക്കും പിന്നെ ഈ മുസ്ലിം വിഭാഗങ്ങളെയൊക്കെ ഇടതുമുന്നണിയിൽ ചേർക്കാനായിട്ട് പാലം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രമുഖ കോൺട്രാക്ടർ അല്ലെങ്കിൽ പ്രമുഖ എഞ്ചിനീയർ ഡോക്ടർ KT ജലീലുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ നദീർ മൗലവി എന്ന് പറഞ്ഞ ഒരു വിദ്വാൻ, എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, സുന്നിയാണോ അതോ മുജാഹിദാണോ ജമാഅത്തെ ഇസ്ലാമിയാണോ എന്നും അറിയില്ല, അദ്ദേഹം അവിടെ നിന്ന് വലിയ ആഹ്വാനം മുഴക്കി. ഈ കുട്ടികളുടെ പേരിൽ എടുത്തിട്ടുള്ള കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരും വോട്ട് ചെയ്യുകയില്ല. ഇനിയിപ്പോൾ അവർ വോട്ട് ബഹിഷ്കരിക്കൂ, സർക്കാർ കേസ് പിൻവലിക്കൂ എന്നും നമുക്കറിയില്ല. കേസ് പിൻവലിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. ഇപ്പോൾ കുട്ടികൾക്ക് ജാമ്യം കിട്ടി, കേസ് പിൻവലിച്ചാൽ സ്വാഭാവികമായിട്ടും ഈ വൈദികനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗവും ആ നടപടിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കും, അല്ലെങ്കിൽ വിചാരണ കോടതിയിൽ തന്നെ അവർ തടസ്സ ഹർജി കൊടുക്കും. അത് വലിയ പ്രശ്നമാകും. മാത്രവുമല്ല, കേസ് പിൻവലിച്ചാൽ മറുഭാഗത്ത് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ സർക്കാരിനെ എങ്ങനെ കുഴപ്പത്തിലാക്കാം എന്ന കാര്യം. അങ്ങനെ പിൻവലിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം അതിലും ഭയങ്കരമായിരിക്കും. അപ്പോൾ എങ്ങനെ പോയാലും പണ്ടാരണ്ട് പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ അപ്പൻ അമ്മയെ കൊല്ലും, സത്യം പറഞ്ഞില്ലെങ്കിൽ അപ്പൻ പട്ടിയിറച്ചി തിരും എന്ന നിലയിലെത്തിയിരിക്കുകയാണ്. ഒരു പ്രശ്നം ഉണ്ടായാൽ അത് തീർക്കാനാണ് ശ്രമിക്കേണ്ടത്. പണ്ട് നിലക്കൽ സമരം ഉണ്ടായ കാലത്ത് കരുണാകരൻ പത്രപ്പുറത്ത്, അന്ന് പത്രങ്ങൾ മാത്രമേ ഉള്ളൂ, ടെലിവിഷൻ ചാനലില്ല, എല്ലാ പത്രാധിപന്മാരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഈ നാട് വലിയൊരു പ്രതിസന്ധിയിൽ കൂടി കടന്നുപോവുകയാണ്. മധ്യ തിരുവിതാംകൂറിൽ വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി ജീവിച്ചിരുന്ന രണ്ട് സമുദായങ്ങൾ പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ തീ കെടുത്താനായിട്ട് നിങ്ങൾ സഹകരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുമ്പോൾ മിതത്വം പാലിക്കണം, സംയമനം പുലർത്തണം എന്ന് പറഞ്ഞു. എല്ലാ പത്രാധിപന്മാരും അത് സമ്മതിച്ചു. അതുകൊണ്ടുകൂടിയാണ് ആ വിവാദം അവിടെ കെട്ടടങ്ങിയത്. ആ പ്രശ്നം തീർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അതിനൊക്കെ കഴിവും പ്രാപ്തിയുമുള്ള നേതാവായിരുന്നു കരുണാകരൻ. ഏതായാലും നമ്മുടെ കാരണഭൂതനെക്കുറിച്ച് ആരും അങ്ങനെ പറയുകയില്ല. ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം. ഈ സമുദായ സംഘടനാ നേതാക്കന്മാരുമൊക്കെ ആ രീതിയിൽ തന്നെയാണ് ശ്രമിക്കുന്നത്. പൂഞ്ഞാറിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലായിടത്തും മനുഷ്യർക്ക് സ്നേഹത്തോടി സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വാർത്ത കൊടുത്ത് ഉള്ള സൗഹാർദ്ദം, ഉള്ള സമാധാനം ഇല്ലാതാക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് മാത്രമാണ് എളിയ അഭ്യർത്ഥന. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.